ഞാനിപ്പോഴും കേരളത്തിലാണ്. നിങ്ങൾക്കറിയാൻ പറ്റും ഈരാറ്റുപേട്ട മിനി താലിബാൻ എന്നുള്ള ഇഷ്യൂമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലും ഒഴിവുകെട്ടാൻ പോയി ആ ഇൻവെസ്റ്റിഗേഷനായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കുക. എൻ്റെ ഭാഗത്ത് വളരെ പ്രൊആക്റ്റീവായിരുന്നു. പോലീസുകാർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ പ്രോപ്പറായിട്ട് മറുപടി വെച്ച് എന്തുകൊണ്ട് ഞാൻ ഈരാറ്റുപേട്ട മിനി താലിബാൻ എന്ന് പറഞ്ഞു. ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് ആൻസർ പോകും. ഇനി ടോപ്പിക്കിലോട്ട് വരാം. ഇവിടെയുള്ള ചില മലയാള പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് കണ്ടു. മുനമ്പം ഇഷ്യൂമായിട്ട് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടു ചില TV ന്യൂസ് ചാനലുകളിൽ വരുന്ന ചില ബൈറ്റ്സുകൾ, അതുപോലെ ചില കാര്യങ്ങൾ, സുപ്രീം കോടതിൻ്റെ ചില ഒബ്സർവേഷൻ. അതിനകത്ത് എൻ്റെ അഭിപ്രായം എന്താണ്, മുനമ്പം ഇഷ്യൂ ആണെങ്കിൽ വഖഫ് ആണെങ്കിൽ ഫർദർ എന്തായിരിക്കും ഉണ്ടാകാപ്പോൾ. ആദ്യം മനസ്സിലാക്കേണ്ടത് പാർലമെൻറ്റിൽ ലോ മേക്കേഴ്സ്, അതായത് നിയമപരമായിട്ട് വഖഫിനെ പറ്റിയുള്ള ഭേദഗതി ബില്ല് അവതരിപ്പിച്ചു, അത് പാസ്സായി. അത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. അത് നിങ്ങൾക്കറിയാവുന്നതായിട്ട് ബന്ധപ്പെട്ട ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഉണ്ടായിരുന്നു, JPC ഉണ്ടായിരുന്നു. ഇത് പാർലമെൻ്റ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊക്കെ പോയിട്ടാണ് ഈ ബില്ലിൻ്റെ ഏകദേശം രൂപം ഉണ്ടായിട്ട് അത് പാർലമെൻറ്റിൽ 2 സഭകളിൽ പാസ്സാക്കി പ്രസിഡന്റ് സൈൻ ചെയ്യും. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒന്നൊക്കെ ചിലപ്പോൾ ആരംഭിച്ചിട്ട് സുപ്രീം കോടതി അത് പറഞ്ഞു, ഇത് മുനമ്പത്തിന് അതിനെ BJP കേന്ദ്രമന്ത്രിയെ കബളിപ്പിച്ചു എന്നൊക്കെ പറയാൻ പല കാരണങ്ങൾ. അടിസ്ഥാനപരമായിട്ട് പറയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഇസ്ലാമിക ശരിയ ലോപ് അതേപോലെ കൂടുന്ന ഒരു ബനാന റിപ്പബ്ലിക് അല്ല, ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അപ്പം ഇതിനകത്ത് പാർലമെൻറ്റിൽ ലോ പാസ്സായി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് പലയിടത്തും കേസുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോർട്ട് ആ കേസ് കേൾക്കുന്നത്. ഇതിൽ സുപ്രീം കോർട്ട് പറയുന്ന പല ഒബ്സർവേഷൻ ഇതൊന്നും ഈ പറയുന്ന ഫൈനൽ വെർഡിക്റ്റിൽ ഉണ്ടാവത്തില്ല. അങ്ങനെയാണ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ ഒബ്സർവേഷനാണ്. സുപ്രീം കോർട്ടും പറഞ്ഞു കിട്ടിയ ഞങ്ങൾ ആ കോർട്ടിൽ ആ സമയത്ത് പറയുന്ന ഒബ്സർവേഷൻ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ബില്ലൊന്നും സുപ്രീം കോർട്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനുള്ള സംഭവം നടക്കുന്നത്. ഇതിനകത്തുണ്ടാകാൻ പോകുന്നത്, അതായത് സെക്കൻഡ് സ്റ്റേജ്, പല ബോട്ടുകളുടെ കേസിലോട്ട് സുപ്രീം കോർട്ട് ആ കേസ് ഇറക്കുകയാണ്. അതിൻ്റെ വാദങ്ങളും പ്രതിവാദങ്ങളും നടക്കും. അപ്പം ഇതിനകത്ത് സുപ്രീം കോർട്ടിൻ്റെ ചില സജഷൻ തരും ജഡ്ജ്മെൻറ്റ്. ഇന്ന സജഷൻ ഇന്നതായിട്ട് ബന്ധപ്പെട്ട്, ഇന്ന സജഷൻ ഇന്നതായി ബന്ധപ്പെട്ട് ഈ മുനമ്പം ഇഷ്യൂത്തെ സജഷൻ വരും. അങ്ങനെ പല ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് വഖഫിൻ്റെ ലാൻഡുമായി ചേർന്നാണ് സജഷൻ വരും. അതാണ് ഇതിൻ്റെ ഫൈനൽ വെർഡിക്റ്റ് എന്ന് പറയും, ജഡ്ജ്മെൻ്റ് എന്ന് പറയും. അപ്പം അതിനകത്ത് ഈ സുപ്രീം കോർട്ടിന് ഒരു സീനിയർ അഭിഭാഷകൻ, അപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ കോർട്ട് പ്രൊസീഡിങ്സ് എല്ലാം കണ്ടിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. കാരണം ഇപ്പോൾ ഒഫീഷ്യലി അൺഒഫീഷ്യലിയും വഖഫിന് ഏകദേശം 1 മില്യൺ, ഏകദേശം 10 ലക്ഷം 12 ലക്ഷം ഏക്കർ ലാൻഡ് ഉണ്ട് ഇന്ത്യയിൽ. അവർ പറയുന്ന ഡിപ്പാൻഡ് അനുസരിച്ച് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2013 പറയുന്നത് 6 ലക്ഷം ഏക്കറുണ്ട്. നിങ്ങൾക്ക് ഒവൈസി അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുക. ഇപ്പം UP തന്നെ ഏകദേശം 1.5 ലക്ഷത്തോളം വഖഫിൻ്റെ ലാൻഡുകൾക്ക് പേപ്പറുകളില്ല. ഇങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഉദ്ദേശിക്കുന്ന മുനമ്പത്തെ ആ ആൾക്കാരുടെ മാത്രമല്ല ഇഷ്യൂ. അങ്ങനെ പല സ്റ്റേറ്റുകളിൽ പല ഇഷ്യൂ ആണ്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഏകദേശം 12 ലക്ഷം വഖഫിൻ്റെ ലാൻഡ് ഉണ്ടെന്നാണ് ഏകദേശ ധാരണയായിട്ട് വഖഫ് പറയുക. അപ്പോൾ ചിലതൊക്കെ ഡീനോട്ടിഫൈ ചെയ്യും. അതിൻ്റെ അത് സുപ്രീം കോർട്ട് ഓഫ് ഒബ്സർവേഷൻ കോടതി വിധി പറഞ്ഞ വഖഫ് ലാൻഡ് ഡീനോട്ടിഫൈ ചെയ്യും. ഒബ്സർവേഷനാണ്, ഇത് ഓർഡറല്ലേ. ഇങ്ങനെയുള്ളൊക്കെ സംഭവങ്ങൾ വരുന്നത് ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ സുപ്രീം കോർട്ട് അപെക്സ് കോർട്ടിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളാണ്. ഇതിൻ്റെ ഫൈനലാണ്, ഇത് ജഡ്ജ്മെൻറ്റ് വെറുതെ എന്തൊക്കെയാണ്. അപ്പം എനിക്കിത് കാണാൻ കഴിയുന്നൊരു സംഭവം എന്ന് പറയുന്നത്, അതായത്
ഈ സുപ്രീം കോർട്ടിൻ്റെ ഈ ജഡ്ജിമെൻറ്റ് വന്നതിന് ശേഷം വഖഫിൻ്റെ 12 ലക്ഷം എന്ന് പറയുന്ന ലാൻഡ് ഏകദേശം ഒരു ധാരണയായിട്ട് അത് 10-25,000 ഏക്കർ ചൂടി പോകും. ഇതാണ് ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഇവർക്ക് കിട്ടാൻ പോകുന്ന അടിയെന്ന് പറയുക. ഈ പല ലാറ്റുകളിലും പല ഡിസ്പ്യൂട്ടിലും പലതും കോർട്ട് കേസായിട്ട് വരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ തീരുമാനമുണ്ടാകും. അതാണ് ഫൈനൽ അമെൻഡ്മെൻറ്റ് എന്ന് പറയുന്നത്. പാർലമെൻറ്റിൽ സുപ്രീം കോർട്ട് കൊടുക്കുന്ന സജഷൻ. അതിൽ പറയും ഫൈനൽ അമെൻഡ്മെൻറ്റ് ഇതൊക്കെ ചേർക്കണം. അതെല്ലാം കൂടെ ചേർത്ത് പാർലമെൻറ്റിന് ഫൈനൽ അമെൻഡ്മെൻറ്റ് 3ാമത്തെ സ്റ്റേജിൽ വരും. അതാണ് കിരൺ റിജിജു പറഞ്ഞ ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. വന്നു കഴിയുമ്പോൾ ഈ 12 ലക്ഷം ഏക്കർ എന്ന് പറയുന്ന 20,000-25,000 ഏക്കറിൽ മാത്രം ഒന്നിച്ചു. ഇതാണ് ഫൈനലായിട്ട് ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആർഗ്യുമെൻ്റ് ഈ നടക്കുന്ന സമയത്തല്ല വീണ്ടും ഇന്ത്യയെ വഖഫിനെതിരെയും മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയും പ്രശ്നം ഉണ്ടാകും. കാരണം ആ സമയത്താണ് വീണ്ടും ഇഷ്യൂ ഉണ്ടാകുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കുക, ഈ മൊലംബോ ഇഷ്യൂ വഖഫുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ അത് ഫോർട്ട് ചെയ്ത് എല്ലാവരും ഡിസ്കഷൻ ഉണ്ടായ കാരണം എന്തുവാ? പാർലമെൻറ്റിൽ ഇങ്ങനെ ബില്ല് വന്നതിൻ്റെ പേരിൽ. അപ്പം അതിൻ്റെ പേരിലാണ് ഈ വഖഫിൻ്റെ ഇഷ്യൂ അത്, അതിൻ്റെ ലാൻഡിൻ്റെ ഇഷ്യൂ അത്, അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ ഇൻഡോ പാകിസ്ഥാനിൽ പണ്ടുണ്ടായിരുന്ന വഖഫ് ലാൻഡിൻ്റെ ഇഷ്യൂ ഉണ്ട്. ആ സംഭവങ്ങളെല്ലാം അൺപോഡ് ചെയ്ത് അത് പുറമേ ജനങ്ങളുമായിട്ട് ഡിസ്കഷൻ ഉണ്ടാകും. ഈ പറയുന്ന ഡിബേറ്റ് സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ഇന്ത്യൻ സുപ്രീം കോടതി നടക്കുമ്പോഴും മറ്റുള്ള കോടതികളൊക്കെ നടക്കുമ്പോഴും മനസ്സിലാക്കേണ്ട സംഭവം സുപ്രീം കോടതി ഒരു കാരണവശാലും പാർലമെൻറ്റ് പാസ്സാക്കിയ ഈ ബില്ലിനെ സ്റ്റൈൻ ഡൗൺ ചെയ്യില്ലേ. കാരണം ഈ ബില്ലെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ചുണ്ടായ വഖഫ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതെങ്ങനെ സുപ്രീം കോടതിന് അതിനെ അനുകൂലമായിട്ട് നിൽക്കാൻ സാധിക്കുന്നത്? ഇതൊക്കെ പല ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയോ. ഇത് ഈ മൈനോറിറ്റി റൈറ്റ്സ് ഒക്കെ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെന്ന് പറയുന്നത് അതുമായിട്ട് വഖഫുമായിട്ട് ലാൻഡിന് യാതൊരു ബന്ധമൊന്നുമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ വഖഫിൻ്റെ ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ മുസ്ലിം സെക്രട്ടറിക്ക് വേണ്ടി കപിൽ സിബൽ ഹാജരായിട്ട് ചില ഉത്തരങ്ങൾ റേസ് ചെയ്തു. ഉറപ്പായിട്ട് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ഇതുമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ചില കാര്യങ്ങൾ സബ്മിഷൻ നടത്തുമ്പോഴും കോർട്ടിൻ്റെ ഒബ്സർവേഷൻ ഉണ്ടാകാറുണ്ട്. അത് നോർമലായിട്ടുള്ള പ്രൊസീജിയറാണ്. ഇപ്പോൾ CAA കാര്യത്തുണ്ടായി. അതിനുമുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട പല ഇഷ്യൂ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ബില്ലുകളാണെങ്കിൽ അതിനെപ്പറ്റി കോടതിയിലെതിരെ ചലഞ്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഒബ്സർവേഷൻ ഉണ്ടാകാറുണ്ട്. നമുക്കെടുക്കാം കാശ്മീർ, അവിടെ 370 ആർട്ടിക്കിൾ അത് സ്ക്രാപ്പ് ചെയ്ത സമയത്ത് ഇതേപോലെ സംഭവം ഉണ്ടായി. പല രീതിയിലെ വാദങ്ങളും പ്രതിവാദങ്ങളും എല്ലാം ഉണ്ടായി. കോർട്ട് എത്രയോ ഒബ്സർവേഷൻ നടത്തി. ഈ ഒബ്സർവേഷൻ കോർട്ട് നടത്തിയ ഒബ്സർവേഷൻ കാശ്മീർ ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഒരെണ്ണമെങ്കിലും എൻ്റെ ചോദ്യം ഒരെണ്ണമെങ്കിലും ജഡ്ജ്മെൻറ്റ് ഉണ്ടായി. കാരണം ജഡ്ജ്മെൻറ്റാണ് ഫൈനൽ ഒബ്സർവേഷൻ ഉണ്ടാവും. അതേപോലെ മറ്റൊരു കാര്യം, ഈ മുരമ്പംകാരോട് ഇതിനെ പൊളിറ്റിക്കലി അതിനെ മാറ്റാൻ ശ്രമിക്കുന്നത് ഇത് BJP മുനമ്പങ്കാർ കൊടുത്തൊരു ഗിഫ്റ്റ് തന്നെയാണ് ഈ വഖഫ് എന്ന് പറയുന്നത്. യാതൊരു അംശമൊന്നും. അപ്പം അതിന് ഈ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂ അതാ കിരൺ റിജിജു പറഞ്ഞ ഇത് ലീഗൽ ഫൈറ്റ് ഉണ്ട്. കാരണം ലീഗലായിട്ട് മൂന്നാമത്തെ സ്റ്റേജ് വീണ്ടും ഇത് പാർലമെൻറ്റിൽ ചില അമെൻമെൻറ്റ് കൊണ്ടുവരും. അതായത് ചില ഭേദഗതികളെ കൂടെ അത് സുപ്രീം കോർട്ട് സജസ്റ്റ് ചെയ്യുന്നതായി. ഇപ്പോൾ സുപ്രീം കോർട്ട് സജസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ലോയേഴ്സ് അവർ ചില സജഷൻ ഉണ്ടായി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം കൂടെ ചേർത്താണ് ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുന്ന ജഡ്ജ്മെൻറ്റ് വേറെ സാധനം പുറത്തു വരുന്നത്. അത് വന്ന ശേഷം ആ പോയിന്റുകളും എടുത്ത് ഈ പറയുന്ന വഖഫ് ബില്ല് അത് അങ്ങനെയാണ് ഇത് പൂർണ്ണമായിട്ടും പ്രായോഗികമായിട്ട് റവന്യൂ ഇഷ്യൂ എല്ലാം ആ സമയത്താണ് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നത്. റെട്രോസ്പെക്റ്റീവായിട്ട് ഏതൊക്കെ സ്ഥലങ്ങൾ വേണം, ഏതൊക്കെ പ്രോപ്പർട്ടി വേണം. കാരണം ഒറ്റയടിക്ക് റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വഖഫിലൂടെ ലാൻഡേ ഇല്ലാതാണ്. കാരണം പിന്നെ മുസ്ലിം പള്ളികളെ ഇല്ലാതായി. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എവിടൊക്കെയാണ് ആ ഇഷ്യൂ അത് റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ സംഭവം വരേണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി വീണ്ടും ഈ സംഭവങ്ങളും ഒരു ഡിസ്പ്യൂട്ടുണ്ട്. ആ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഈ കോർട്ടിൻ്റെ സജഷൻ വരും. ആ കോർട്ടിൻ്റെ സജഷനും കൂടെ കേട്ടിട്ടായിരിക്കും ഫൈനൽ ആയിട്ട്
ഇന്ത്യൻ പാർലമെൻറ്റ് ഇത് അമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓർഡിനൻസ് ഇറക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുകയും ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഒരു കണക്കൂട്ട്. ഇതാണ് ഇത്രയും നാൾ ഈ കഴിഞ്ഞ 10-40 വർഷം കൊണ്ട് പാർലമെൻറ്റ് ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട ലീഗൽ ചലഞ്ചുകൾ 1, 2, 3 സ്റ്റേജിനാണ് ഇത് ഫൈനൽ റിസൾട്ട് കിട്ടുന്നത്. ഇനി ഇവിടെ പല പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ പറയുന്നത് ഈ വഖഫുമായിട്ട് മുനമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പത്രങ്ങളിലൊക്കെ ഫ്രണ്ടിലായിട്ട് കേന്ദ്ര സർക്കാർ ചതിച്ചു, BJP ചതിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവിടുത്തെ ഒരു മുനമ്പ് അതിൻ്റെ ഒരു അജിറ്റേഷൻ്റെ അവിടുത്തെ നേതാവ് പറയുന്നു പിന്മാറി ചതിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഈ മുനമ്പുകാരോട് ഞാൻ പറഞ്ഞ ചില നേതാക്കളെ നിങ്ങൾ കൂടെ നിർത്തിയത്, ഇവർ നിങ്ങൾക്ക് പാരയുക. ആരൊക്കെയാണ് പാര നിൽക്കുന്ന ആ ലീഡേഴ്സിനെ പറ്റി അവിടെയുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുക്കുക. അവർ ഇങ്ങനെ ചാൻസ് നോക്കിയിരിക്കുക. കാരണം അവിടെ ഉണ്ടായിരിക്കുന്നത് BJPക്ക് അനുകൂലമായി തരംഗം കയറുന്നതാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്ത് പറഞ്ഞേക്ക് ഈ കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിയിൽ പെട്ടെന്ന് കാത്തലിക് സഭ അച്ഛന്മാരും കോൺഗ്രസ്സുകാരും കൂടി ചേർന്ന് മണിപ്പൂരി ജബൽപൂരി ഷൂ ഒരു പ്രതിഷേധ ജ്വാല ഉണ്ടാക്കാൻ പോകുന്നു. ഇപ്പം ഇതുമായിട്ടൊക്കെ ചേർന്ന് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത് സ്ഥിരമായിട്ട് ഈ സംഭവങ്ങളെപ്പറ്റി മുമ്പോട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതേപോലെയുള്ള കോൺഗ്രസിൻ്റെ ടാക്ടിക്സ് എല്ലാവരും പൊളിഞ്ഞു. ഇപ്പം ഇതിൻ്റെ അകത്ത് എല്ലാവരും നമ്മൾ ടോട്ടലി മനസ്സിലാക്കുകയാണെങ്കിൽ ഈ വരാനുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന കോർട്ടിൽ നടക്കുന്ന ആർഗ്യുമെൻ്റ് ആണെങ്കിലും മുനമ്പോ ആർഗ്യുമെൻ്റ് ആണെങ്കിലും ഇവിടൊക്കെ BJP ആണ് ഗെയിൻ ചെയ്യാൻ പോകുന്നത്. CPM ആണെങ്കിലും കോൺഗ്രസിനും വളരെയധികം പ്രതിരോധത്ത് പോകുകയാണ്. അതായത് കേരളത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ്. ആ ട്രെൻഡിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് വരാൻ പോകുന്ന നിലമ്പൂർ ഇലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ആസെറ്റ് ടെസ്റ്റ് പഞ്ചായത്ത് ഇലക്ഷനെ കാണാൻ സാധിക്കും. 2024 അതായത് ഷോൺ ജോർജ് പറഞ്ഞ പോലെ 80 സീറ്റോടുകൂടി BJP അധികാരത്തിൽ വരാനുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നു.